ആയിഷ ബീവിയെ സംബന്ധിച്ച്, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ പോലും ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു പോയി എന്ന് വരെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. മാത്രമല്ല, നിങ്ങളുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയതുകൂടെ ഞാൻ വായിക്കട്ടെ. ഞാൻ പറയുകയല്ല, കേട്ടോളൂ, നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കിക്കോ. ഈ സംഭവത്തെ ചൊല്ലി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന കപടവിശ്വാസിയുടെ നേതൃത്വത്തിൽ ആയിഷക്കെതിരെ ഒരു അപവാദ കഥ പ്രചരിപ്പിച്ചു. അറിഞ്ഞും അറിയാതെയും വിശ്വാസികൾക്കിടയിൽ ഇത് സംസാര വിഷയമായി. ഇതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ആയിഷ റളിയല്ലാഹു അൻഹയെ സംശയിച്ചു പോയി. നിങ്ങൾ നോക്കൂ, അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഇത് നമ്മൾ പറഞ്ഞതല്ല, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നതാണ്. സഹാബത്തിൽ ചിലരൊക്കെ സംശയിച്ചു പോയി. ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്കൊന്ന് തോന്നിയത്, അങ്ങനെ ഒരു ചെറിയ സംശയമെങ്കിലും തോന്നിയത് മറഞ്ഞ കാര്യം അറിയാത്തത് കൊണ്ടല്ലേ? അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിന്റെ തെളിവല്ലേ? ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹാ കൂടാരത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ആ കൂടാരവുമായി കൊണ്ട് ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി പോരുമ്പോ സഹാബിമാരെ യാത്രയായത്? ഉമ്മാക്കും മനസ്സിലായില്ലല്ലോ ഇവര് പോയിട്ടുണ്ടെന്ന്. എത്രയെത്ര കാര്യങ്ങൾ അതിലുണ്ട്. നിങ്ങൾ നോക്കൂ, ഇനി നാളെ വന്നിട്ട് ആരും പറയേണ്ടത് കണ്ടോ അള്ളാന്റെ റസൂൽ സംശയിച്ചു പോയി എന്നിങ്ങനെ പറഞ്ഞു എന്ന് ഒരാളും പറയേണ്ടതില്ല. ഞാൻ എന്റെ വകയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇതാ നിങ്ങളുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയതാണ്. അപ്പൊ ഈ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം, എന്ത് മഹാന്മാരായ ആളുകൾ ആ നിലക്ക് എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടില്ല. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ, ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. സഹോദരന്മാരെ, നാം ചിന്തിച്ചു നോക്കൂ, ഇത്തരത്തിലുള്ള ഓരോ സന്ദർഭങ്ങളിലും എത്രയെത്ര സംഭവങ്ങൾ ധാരാളം നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുകയില്ലേ? ഇവർക്ക് പോലും ജീവിതകാലത്ത് പോലും അദൃശ്യമായ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് മഹത്തുക്കളെ സംബന്ധിച്ച് എന്ത് പറയുന്നത്? അവർ അതിന്റെ എത്രയോ കാലശേഷം ജീവിച്ചിട്ടുള്ള നബിമാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചു പോലും പറയുന്നു അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നു. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. ധാരാളമായി നമ്മൾ കേൾക്കാറുള്ള ഒരു പദ്യമാണത്. അനിസ്ലാമികമായ ഒരു കവിതാശകലമാണത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലതാ കേസുമായി